അതൊക്കെ നേരത്തെ ഒരു കേസല്ല. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ടില്ലേ പെരയൊക്കെ പോകും. ആ പഴയ വീട് അത് അവിടെ ഇപ്പോൾ വേറെ ആൾക്കാരാണോ നോക്കുന്നത്? അവിടെ ഏതാ പഴയ വീട്? ഞാൻ ഇവിടെ വന്ന പുള്ളി ആദ്യം തുടങ്ങിയത് ഇവിടെ വേറൊരു കെട്ടിടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങി ഇവിടെ രാമച്ചന്ദ്രൻ്റെ പരിപാടി എല്ലാം കൂടെ പരിപാടി. ഈ രാമച്ചന്ദ്രൻ്റെ പരിപാടി പുള്ളിക്കുണ്ടോ? മൂത്ത പുള്ളി ഇപ്പം എറണാകുളത്താണല്ലോ. അതെയോ? ഇനി ഇളയ പുള്ളി അനിയന്മാരായിരിക്കും ഇവിടെ. അവിടെ ഒരു ഫ്ലാറ്റൊക്കെ മേടിച്ച് പുള്ളി എറണാകുളത്തേക്ക് ഈ അടുത്ത കാലത്ത് പോകും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുന്നതായിരിക്കും. ഈ രാമച്ചം എങ്ങനെയാ? രാമച്ച ഈ ബ്രഷ് പോലെ ഒരു സാധനം ഉണ്ടാക്കുമല്ലോ വട്ടത്തിൽ. അത് ഒത്തിരി പെണ്ണുങ്ങളുണ്ട് ഇവിടെ, ഒത്തിരി പണിയുന്ന പെണ്ണുങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ട അതിൻ്റെ അപ്പുറത്ത് ഇതിലപ്പുറത്തൊരു ഇടമുണ്ട്. അവിടെ വെച്ച് ഇവിടെ ഉണ്ടാക്കും പെണ്ണുങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് പുള്ളിയായിരുന്നു അതിൻ്റെ മെയിനായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്ലാറ്റ് മേടിച്ച പുള്ളി എറണാകുളത്തിന് പോയി. പിന്നെ അനിയന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് രാമചന്ദ്രൻ്റെ പരിപാടി. ഉണ്ട് ആഴ്ച ഇപ്പോൾ കുറവ് വന്നു. പുള്ളി അങ്ങ് മാറിയ പിന്നെ ഇച്ചിരി കുറവ്. അതെയോ? ഈ രാമചന്ദ്രൻ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? പുള്ളി അതിലെല്ലാം കൊണ്ടുപോകും. ഇന്ന സ്ഥലമൊന്നുമല്ലുണ്ട് എങ്ങനെ കേരളത്തിൻ്റെ എല്ലാം അല്ലാതെയൊക്കെ കൊണ്ടുപോകും. ഭയങ്കര പരിപാടിയാണ് അത്. വലിയ വണ്ടിക്ക് നിറച്ച് ഇങ്ങനെ. എത്ര പേരുണ്ട് തൊഴിലാളികളായിട്ട്? നേരത്തെ 10-75 പേരുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കുറഞ്ഞിട്ട് ആളെണ്ണം കുറച്ച്. ഇത് ഒരു 10-20 സെൻറ്റ് 20-30 സെൻറ്റ് കാണും. 30 സെൻറ്റ് ഒരു 20 തോന്നുന്നു. അതിൻ്റെ കാരോട്ട് തൊട്ട് കയറുന്നൊരു 30 സെൻറ്റ് വേറെ ഉണ്ട്. ഇത് വേറെ ആളുടെ കേട്ടിട്ടുണ്ട്. ആ കാണുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങളൊക്കെ. ഇപ്പോൾ അവിടെ എങ്ങാനും ബെല്ലുണ്ടെങ്കിൽ അവിടെ ചെന്ന് പോയൊന്ന് ബെല്ലടിക്കുക. അല്ലാണ്ട് ഇവർ അല്ലാണ്ടൊന്നും ആരും വിളിച്ചാലൊന്നും. ഫോണുണ്ടെങ്കിൽ ഫോൺ നമ്പർ വെച്ച് വിളിച്ചാലേ പുറത്തിറങ്ങി വരും. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ എവിടെയാണ് വിളിക്കുന്നത്? ഇതുണ്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് നമ്മുടെ ഫോൺ ഇതുണ്ടെന്ന് തോന്നുന്നു ബെല്ല്. ആ ബെല്ലിൽ അടിക്കണം. അല്ലെ നമ്പർ അറിയാമെങ്കിൽ വിളിക്കണം, എങ്കിലേ ഇറങ്ങി വരുള്ളൂ. മറ്റേ പുള്ളി എന്നാലും ഒട്ടും വരികയില്ല. ആരെ? ഈ പറഞ്ഞ മൂത്ത പുള്ളി. മൂത്ത പുള്ളി എന്ന് പറഞ്ഞാൽ ഈ അണിറോസിൻ്റെ അപ്പൻ. പുള്ളി വരികയില്ല. അല്ല പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ടവരാരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട വീട് ഏതാ കാണുന്നതാണ്? ആ കാണുന്നതാണ് വീട്. അതൊക്കെ വീടാ. ഇതിൻ്റെ അകം മുതൽ അങ്ങനെ. മോഹൻലാൽ വരാറുണ്ട് അവിടെ? മോഹൻലാൽ ഇവിടെ പലരും വരും. മോഹൻലാലൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വരുമ്പം നമ്മൾ അറിയുന്നില്ലല്ലോ. ഇത് കണ്ടില്ല. അതല്ല ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ആൾ വരുന്ന ആരൊക്കെയാണെന്ന് പറയാൻ നോക്കിയല്ല. അവരൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെയോ? നേരത്തെ ഇപ്പോൾ ഇല്ല, നേരത്തെ ഒക്കെ. അതല്ലേ? നമ്മളെവിടുന്ന് വരും? ഞങ്ങൾ ചാനലിൽ നിന്ന്. ചാനലുകാരാണോ? ഏരിയല്ല. ഹാർഡ് ഫാർമർ. പിന്നെ അവിടെ ചെന്നിട്ട് ആ നമ്പറിൽ ആ ബെല്ലൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഉള്ളിൽ അനിയന്മാരാരെങ്കില്ല. പക്ഷേ ഈ അണിറോസൊക്കെ ഇവിടെ കാണിയല്ലോ. അതെ, ഞങ്ങൾ ചുമ്മാ ഈ വീടും ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏരിയ പിടിക്കാനായിട്ട് നല്ല ഇതല്ലേ? അത് തന്നെയല്ലേ? നല്ല ഇതാ. ഇനി അവരുടെ ഒരു അനുവാദം വേണമല്ലോ. അത് തന്നെ. വീട്ടിലേക്കൊന്നും കയറുന്നില്ല ഞങ്ങൾ. അല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ കരോട്ടൊരു ഇതിൻ്റെ തൊട്ട് ചേർന്ന്. അവിടെയും വീടുണ്ടോ? അവിടെയും വീടുണ്ടോ? വീടില്ല, വീടുണ്ടോ? അതുപോലെ ആ ഷെഡിൻ്റെ അപ്പുറത്തെ ഒരു ഷെഡൊക്കെ കെട്ടി കുറേ മുള്ളുകമ്പി ഇട്ട് കമ്പി വാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വീട്ടിൽപ്പെട്ടതാണ്. അതിൻ്റെ അത് എന്തോ ചെയ്യാനുള്ള പരിപാടിയാണ്. അതെയോ? അങ്ങോട്ട് വീടുണ്ടോ? ഇതിലെ അരിക്കോടെ ഇതിലെ പല വീടുണ്ട്. അത് അരിമഴ കരോട്ട് വരാൻ വീടുണ്ട്. അതെയോ? അതിൻ്റെ തൊട്ടപ്പുറത്തും വീടാണ്. ഈ രാമചന്ദ്രൻ്റെ ഇന്ന് പരിപാടി ഉണ്ടോ? ഇന്നില്ല അല്ലേ? ശനിയാഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. അതെയോ? അപ്പം നിങ്ങൾ കുറവല്ല. നേരത്തെ ഇതിൻ്റെ അകത്തിരുന്ന് 10-75 പേരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറഞ്ഞു. ഈ എവിടുന്ന് ഈ പുള്ളി രാമച്ചൻ കൊണ്ടുവന്നേ? പുള്ളി എങ്ങാണ്ടൊക്കെ മേടിച്ചോണ്ട് പോയി. അത് ലോഡ് ഇങ്ങ് വരും. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ഈ 10-75 പേരെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും പണി വേണ്ടേ. അപ്പോൾ ഒറ്റ ലോഡ് ഇങ്ങോട്ട് വണ്ടിക്ക് വരും. അത് വെച്ച് തീർന്നു കഴിയും പിന്നെയും വരും. ഇപ്പം എനിക്ക് വന്ന് എന്തോ ഇവർ ചിലവിൽ എന്തോ കുറവ് വന്നോന്നൊരു സംശയമുണ്ട്. ഇങ്ങോട്ട് നടക്കുന്നേ വിൽപ്പനയിൽ. ഈ പുള്ളി വീട്ടിൽ കൂടെ പോവോ? വീട്ടിൽ കൂടെ പോവില്ല. അതൊക്കെ കടകളിൽ കൂടെ എറണാകുളം വീട്ടിൽ കൂടെ പുള്ളിയെ ചെല്ലുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കടലോട്ട് ചെല്ലുന്നു, കൊടുക്കുന്നു, അടുത്ത് കൊടുക്കുന്നു. അത് എനിക്ക് തോന്നുന്നു കേരളം വിട്ടൊക്കെ പോകുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ അണിദോഷനൊക്കെ വരാൻ സൗകര്യത്തിന് എറണാകുളത്തൊരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ നേരത്തെ കൂടാണ്ട് മേടിച്ചു. അന്നേരം സൗകര്യത്തിനൊന്നും അങ്ങ് പോയിട്ടുണ്ട്. ഇനി അനിയന്മാരുണ്ടോ അവിടെ? ഒന്ന് വിളിച്ചോ? ശരിക്കും പറഞ്ഞാലേ ഇവർ ആവശ്യമില്ലാത്ത കേസാണല്ലോ ഏട്ടാ മൊത്തം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ പുള്ളി ആ പാവം ഗോപികമ്മ വല്ല കാര്യമാണ്. നമുക്കത് കുറ്റം പറയാൻ ഞാൻ ഒരാളുമായിട്ട് ലോകത്ത് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരിൽ ഒരു കേസുണ്ടാകും. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഇനി ആർക്കും ജീവിക്കത്തില്ല കേട്ടോ. അതെന്നാ 7 മാസം മുമ്പ് എന്തോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അന്നേരം പറയണ്ടേ. എനിക്കൊരു പ്രശ്നം വന്ന് ഞാൻ അന്നേരം പറയുന്നതല്ലേ പ്രശ്നം. പിന്നെ ആലോചിച്ചിരുന്നു ഇതിൻ്റെ അടിയൊഴുക്ക് വേറെയാണ്. വേറെയുള്ളവർ ഈ സിനിമാ കമ്പനിക്കാരൊക്കെ കാണുന്നു ഇതിൻ്റെ പിന്നിൽ. നമ്മളതൊരു അഭിപ്രായം പറഞ്ഞോളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കേസല്ല. ഞാൻ ആ പുള്ളിയായിട്ട് വലിയ ലോഹിക്കാരല്ല. അതെല്ലേ? എന്നാലും ആ പരിപാടി വന്നപ്പോൾ അതുപോലെ ഞാനെന്ന് പറഞ്ഞാൽ ജയിലില്ല. അത് അങ്ങനെ വരുമല്ലോ. റിമാൻഡിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഏത് വലിയ മിടക്കനായെന്ന് പറഞ്ഞാൽ ജയിലിൻ്റെ അകത്ത് പോയല്ലോ. ഒരു ടേബിളിലിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രം. അതാ പറഞ്ഞത്. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇത് കേസാകാണ്ട് ഇവർ പറഞ്ഞ് തീർത്ത് പോകേണ്ട കേസല്ല. അതിന്
റിമാൻഡ് വിളിപ്പിക്കുക. റിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇയാളെ ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ DSP സർക്കിൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിൽ നടക്കും. നമ്മളാരും ഉദ്ദേശിക്കുന്നത് ഏത് കേസും അത് മറ്റേ തരത്തിൽ വരണമെങ്കിൽ മറ്റേ അതായത് DSP സർക്കിൾമാർ അതിൻ്റെ ആശാന്മാർ അവർ ചിലപ്പോൾ ഒരു പോലീസ് ഒരു കൗണ്ടർ കേസ് ഇടാനുള്ള വകുപ്പ് പോലും ഇല്ല. അതുപോലെ അല്ല പറഞ്ഞാൽ തീരുന്ന കേസുള്ളത് എൻ്റെ കാര്യത്തിൽ 6-7 മാസം മുമ്പ് ഒരു രസക്കുറവ് വന്നെങ്കിൽ പുള്ളിയെ കണ്ടിട്ട് 20 വർഷമായിട്ട് ഇവർക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞു. ഇന്ന് ഈ അടുത്ത കാലത്തൊക്കെ വന്ന കേസുകളെല്ലാം നിൽക്കും 15 വർഷം 20 വർഷമായ കേസ് നിൽക്കും. ഞാൻ ഇവിടെ അന്നൊക്കെ എവിടെയായിരുന്നു ഇവർ? ഇതും അതുപോലെ തന്നെ ഒരു 7 മാസം മുമ്പ് എന്താ പറഞ്ഞൊന്നും അതാ അപ്പച്ചാ പറയുന്നത്. കാരണം ഒരു മനുഷ്യന് പോലും ഒരു ജുഡീഷ്യറി വിശ്വാസമില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഗുണമില്ല. ആ ജുഡീഷ്യറി ഇങ്ങനെ വരുന്ന കേസിനെ തള്ളി ദൂരക്കളയണം. അപ്പോൾ പിന്നെ കേസ് കൊണ്ട് വരികയാണ്. ഇത് എന്നാണെന്നറിയോ, 20 വർഷം മുമ്പ് കാണുന്ന കേസ് വരെയും കേസാക്കാമെന്ന് ഒരു ഹൈക്കോടതി സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ട് ഈ തണലിലാണ് ഈ പരിപാടി മുഴുവൻ. അത് അന്നേരം 20 വർഷം മുമ്പുള്ളത് പൊക്കിക്കൊണ്ട് വരുമോ? അതും കേസാക്കാമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. കൊലക്കുറ്റം ഒന്നല്ലേ? പക്ഷേ അതിനേക്കാളും ഭയങ്കര വന്നേ കൊലക്കുറ്റം വന്നാൽ അവൻ ഒന്നേ ജയിലിൽ പോയി അല്ലെങ്കിൽ ഇതില്ല. ഇതാണ് ചുമ്മാ ഇരുന്നുകൊണ്ട്. അപ്പച്ചാ ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ഈ രാജ്യനിർമ്മിതിയിൽ നല്ലൊരു പങ്ക് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആൾ പുള്ളിയൊക്കെ എല്ലാവരും പേർക്ക് പണി കൊടുക്കുന്ന ആളാണ്. നമുക്ക് അല്ലാണ്ട് തന്നെ ഒരു സഹായം പറ്റും ചെയ്യാൻ പറ്റുന്ന ആ പുള്ളി ചെയ്യുന്ന പോലെ ഉണ്ട് ഇവർ വല്ലതും ചെയ്യും. ഇവർക്ക് എന്തായാലും മുതലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുത്. മറ്റേ പുള്ളി അതാണ് അത് നല്ല വരെ എന്തോ കള്ളത്തരം വന്നു കൂടി. അതാണ് ആ ചെയ്തത് ഒരിക്കലും ശരിയല്ല. അതിപ്പോൾ ഇപ്പോഴായാലും അയാളെ എനിക്ക് കേസിലെന്ന് പറഞ്ഞാൽ നാളെ ഇറക്കി വിടാം കേട്ടോ. എന്തി പറയാത്ത ഏത് കേസും അതെ കേസ് ഗൾഫിലേക്കും മറ്റും അതിൻ്റെ തൂക്കാൻ വിധിച്ചിരിക്കുന്ന കേസുകളിൽ എനിക്ക് കേസിലെന്ന് ആ വാദി പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിടിയല്ലേ? തീർച്ചയായിട്ടും. നമുക്കോട്ടെ അങ്ങനെ അങ്ങനെ